എങ്ങനെ ഉണ്ടായിരുന്നു? അഭിനയം കലക്കി, പക്ഷെ ലേശം ഓവറായോ എന്നൊരു സംശയം. ഏതായാലും വട്ടാണെന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് ഇനി സംശയമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. പട്ടാളക്കാർ അന്വേഷിച്ചു വന്നാലും ജനം ഇനി അതേ പറയും. ഇതേ തീക്കൊള്ളി കൊണ്ട് തലയെറിയുന്ന പോലെ. ഇനി പുറത്തിറങ്ങിയുള്ള അഭിനയം നിർത്ത്. ആ കേശവക്കുറുപ്പിന് നിന്നോട് നല്ല ദേഷ്യമുണ്ട്. ഏതായാലും അവനെ ലാത്തി വെച്ച് 4 പൂശു പൂശാൻ പറ്റി. ആ പൂശു പോരായിരുന്നു. പേടി തൊണ്ടനാ നുണയൻ. എന്ന് തീർത്തു പറയാൻ പറ്റുമോ? നീ പേടിക്കാതെ. എന്തിനും ഏതിനും പോന്നവനായി ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. സൂര്യ താഴെയുള്ള ഏത് പ്രശ്നം ഞാൻ പരിഹരിക്കും. അതാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പേടി. എടാ, ഒരു സാധാരണ മനുഷ്യനെ ഭ്രാന്ത് പിടിക്കാൻ നിന്നെ പോലെ ഒരുത്തിന്റെ സ്ഥലം മാത്രം മതിയല്ലോ. വിശക്കുന്നു വാ, വല്ല ഞണ്ണാം. കാശില്ല. വട്ടല്ലടാ കയ്യിരിക്കുന്നത്. പേടിക്കാതെ വാ. വിടുവേലപ്പാ. അടക്കടക്ക. എനിക്ക് പഴം വേണം. അയ്യോ ഉപദ്രവിക്കോ? ഇല്ല, കരിങ്കല്ലെടുത്ത് എറിയും. വേണ്ട, ഒന്നും ചെയ്യല്ലേ. എന്താ വേണ്ടെന്ന് വെച്ചാ മേടിച്ച് കഴിച്ചോട്ടാ. 2 ഗ്ലാസ് പാലെടുക്കൂ. കഴിക്കാൻ എന്തെങ്കിലും. എന്തുവാടോ നോക്കിയിരിക്കുന്നത്? പോയി എടുത്തു വെക്കണോ. മണ്ടന്മാരായാൽ അല്പമെങ്കിലും ബുദ്ധി വേണം. അത് വേണം. വെറും കൈയോടെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഈ നാട്ടിൽ പോലീസുകാരൻ വിചാരിച്ച പലതും നടക്കും. അതെ. FIR കേട്ടിട്ടുണ്ടോ? AER കേട്ടിട്ടുണ്ട്. ആരടാ? ഊളമ്പാടെന്ന് കേട്ടിട്ടുണ്ടോ? ഇവിടെ വാ, ഇവിടെ വരാൻ. ഇങ്ങനത്തെ അസുഖമുള്ളവന്മാരെ അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം, മനസ്സിലായോ? അല്ലെങ്കിൽ വീട്ടിൽ പൂട്ടിയിടണം. അല്ലാതെ നടു റോട്ടിൽ മേയാൻ വിടരുത്. ഇവനെ കുറിച്ച് എനിക്ക് പല കംപ്ലൈൻസും കിട്ടുന്നുണ്ട്. മേലിൽ എന്തെങ്കിലും കംപ്ലൈൻസ് ഇവനെ കുറിച്ച് കിട്ടിയാൽ ചവിട്ടി നട്ടലൊഴി ഞാൻ. ഇവന്റെ അല്ല, നിന്റെ. വീട്ടിൽ പോടാ. വീട്ടിൽ പോ. അയ്യോ, സൈക്കിള്.